നമസ്കാരം. അപ്പോൾ മുട്ട കയ്യിലുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ മസാല ഓംലെറ്റ് ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചെടുക്കാം. കുറച്ച് മാത്രം പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു ചെറിയ പച്ചമുളകാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് സവാളയും ബാക്കി നമുക്ക് വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒരു പാൻ വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. മുട്ട പൊരിക്കുന്നതിൽ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അത് കൊത്തിരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരല്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോ ഓണായില്ല, അതാണ് കേട്ടോ കാണിക്കാതിരുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മസാലയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അതൊന്നും കൂടി മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതായി ഒരു പാൻ ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. പിന്നെ ഒരു വശം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അടിവശമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരല്പം ശ്രദ്ധിച്ച് വേണം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുട്ട ഓംലെറ്റിന്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.